ഇങ്ങ് വാ എല്ലാരും ഇങ്ങ് വാ, വേഗം വാ. നിങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാരും ഒബ്സർവ് ചെയ്തു. അപ്പൊ ഇതിൽ ഏറ്റവും അലമ്പാന്ന് തോന്നിയ ഒരാളാരാ? കേക്കട്ടെ, മൈക്ക് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. അതെ, എല്ലാവരും സൂപ്പർ ആയിരുന്നു, ആരെയും ഒന്നും പറയാനില്ല. പാവം ആരാ ഇതില്? ഈ കൂട്ടത്തിലെ ഏറ്റവും പാവം പറ. നമ്മുടെ ദേവികയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഡയാനയാണ്. അതുകൊണ്ടാണ് ചിലപ്പോ അവളത് പറഞ്ഞത്. ആണോ? ശരി, ഡയാനയാണ് കൂട്ടത്തിലെ ഏറ്റവും പാവം. അലീന, ആന്തോ അതൊരു അമ്മ മനസ്സാണ്, അതുകൊണ്ടാ പ്രശ്നം. അമ്മനെ മാറ്റാം, അമ്മേനെ മാറ്റി കുട്ടിയെ ആക്കാം. എവിടെ സിന്ദൂരം ഇല്ലാത്തത്? കൂടുതൽ ഏറ്റവും അലമ്പാരായിട്ടാ തോന്നിച്ചേ? ഇങ്ങനെ എപ്പോഴും ഭയങ്കര ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നേ ആരായിരുന്നു? അങ്ങനൊന്നുമില്ലല്ലോ, എല്ലാവരും ഇഷ്ടായി. ഏറ്റവും സുന്ദരി ആരായിരുന്നു? അതെന്തായാലും പറയാൻ പറ്റും. എല്ലാരും ഒന്ന് പറയല്ലേ പ്ലീസ്. ഞങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് കേൾക്കണം. ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോണെങ്കിൽ നിങ്ങളുടെ കേൾക്കണം, നിങ്ങൾ അത് പറയണം. പിന്നെ റൂമിൽ കിടന്ന് ഇടികൂടണം കാണാം. അതൊട്ടും സംശയമില്ലാതെ പറയാം കേട്ടോ, ശ്വേത ചേച്ചി. അപ്പൊ ശ്വേത ചേച്ചി കൊണ്ടുപോയി ഒരു പ്രൈസ്, ഡയാന കൊണ്ടുപോയി ഒരു പ്രൈസ്. കൂട്ടത്തിലെ ഏറ്റവും പാവം, നോട്ട് ദ പോയിന്റ്, കൂട്ടത്തിലെ ഏറ്റവും പാവം. പാവയല്ല, പാവം. ശരി, എന്ന് ഞാനോ പാവോ? അലമ്പോ? അക്രമകാരി? നോബിചേട്ടൻ ഏതാണ്? നോബിചേട്ടൻ ഏതാ പാടാ? അല്ല, നോബിച്ചേട്ടനായിരിക്കും ഏറ്റവും സൈലന്റ് ആയിരുന്നോണ്ടായിരിക്കും നമുക്ക് പാവെന്ന് പറയാൻ പറ്റിയ ഒരാള് നോബിച്ചേട്ടൻ. അപ്പൊ മെയില് നോബിച്ചേട്ടനും ഫീമെയില് ഡയാനയും. അലമ്പാരായിരുന്നു ഏറ്റവും കൂടുതൽ അലമ്പ? അല്ലെങ്കിൽ ഇങ്ങനെ അടങ്ങിയിരിക്കാത്ത ഒരാളായിരുന്നു? പേരറിയില്ലെങ്കിൽ അഖില്, ശ്രീവിദ്യ, ശ്രീവിദ്യ അടങ്ങിയിരിക്കത്തില്ല. ശ്രീവിദ്യ അടങ്ങിയിരിക്കാത്ത കുട്ടി ഈ കൂട്ടത്തിലെ ശ്രീവിദ്യ. അഖിലേ നമ്മൾ വീണ്ടും സേഫ്. പക്ഷെ ഇപ്പോഴും ചോദ്യചിഹ്നം, അലമ്പുകൾ ആരാണ്? അല്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറ്റേ അലീന, ഇത്ര അടുത്ത് നിന്നിട്ട് തന്നെ ആരും കണ്ടില്ല, ആരും മനസ്സിലാക്കിയില്ല. നമ്മുടെ ശ്വേത ചേച്ചിയും അതേപോലെ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഞങ്ങളുടെ നാട്ടിലുള്ള ലവ് ബീച്ച് കാറ്റാടിക്കുട്ടം ബ്രദേഴ്സിന് നല്ലൊരു ഹായ് പറഞ്ഞേക്കണം. അതേപോലെ ഞങ്ങളെ അംഗനവാടി ടീച്ചർക്കും കൃഷ്ണ ടീച്ചർ, അതേപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട റീന ചേച്ചിക്കും ഹെൽപ്പറാണ്, അതിന് വലിയൊരു ഹായ് കൊടുത്തേക്കണം. എല്ലാവർക്കും ഒരു വലിയൊരു ബിഗ് ഹായ്. പിന്നെ അംഗനവാടിയിലെ കുഞ്ഞു കുട്ടികൾക്കും കുറച്ച് ഉമ്മകളും കൊടുക്കുന്നുണ്ട്, അതും കൂടെ കൊടുത്തേക്കണേ. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കിടിലൻ ഡാൻസ് കളിക്കുന്നു. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റർ.